ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 3 കർമ്മയോഗം. ശ്ലോകം 12. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തി യജ്ഞഭാവിതാ തൈർദത്താനപ്രദായൈ ഭ്യോ ഭുക്തേസ്തേന യേവ സാ. വിവർത്തനം. ജീവിതത്തിൽ വിവിധങ്ങളായ ആവശ്യങ്ങളുടെ ചുമതല വഹിക്കുന്ന ദേവന്മാർ യജ്ഞത്താൽ സന്തുഷ്ടരായി ആവശ്യ വിഭവങ്ങളെല്ലാം മനുഷ്യർക്ക് നൽകും. ഈ അനുഗ്രഹങ്ങളെ ആ ദേവന്മാർക്ക് തിരിച്ചു സമർപ്പിക്കാതെ മുഴുവനും ആസ്വദിക്കുന്നവൻ ചോരൻ തന്നെയാണ്. ഭാവാർത്ഥം: മനുഷ്യർക്ക് വിഭവങ്ങൾ യുക്തം പോലെ വിതരണം ചെയ്യാൻ ഭഗവാൻ വിഷ്ണുവിനാൽ നിയോഗിക്കപ്പെട്ടവരാണ് ദേവന്മാർ. വിധിപ്രകാരമുള്ള യജ്ഞങ്ങളാൽ അവരെ തൃപ്തിപ്പെടുത്തേണ്ടതാണ്. വിവിധ ദേവന്മാർക്ക് അനുയോജ്യങ്ങളായി വെവ്വേറെ യജ്ഞങ്ങളുണ്ടെന്ന് വേദങ്ങളിൽ പറയുന്നു. ആത്യന്തികമായി അതെല്ലാം പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനു വേണ്ടി സമർപ്പിക്കുന്നവ തന്നെ. ഭഗവാന്റെ മാഹാത്മ്യം അറിയാത്തവർക്കാണ് ദേവന്മാർക്കായുള്ള യജ്ഞം വിധിക്കപ്പെട്ടിട്ടുള്ളത്. അനുഷ്ഠിക്കുന്നവരുടെ ഭൗതികമായ സ്വഭാവ വിശേഷങ്ങളെ മുൻനിർത്തിക്കൊണ്ട് വേദങ്ങളിൽ പലതരത്തിലുള്ള യജ്ഞങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. വിവിധ ദേവന്മാരുടെ പൂജകളും പൂജകരുടെ വിവിധ സ്വഭാവ ഗുണങ്ങൾക്കനുസരിച്ച് നിർവഹിക്കപ്പെടുന്നു. ഉദാഹരണമായി, മാംസഭുക്കുകൾ ഭൗതിക പ്രകൃതിയുടെ രൗദ്രഭാവത്തിന്റെ മൂർത്തീകരണമായ കാളിയെയാണ് പൂജിക്കേണ്ടത്. ദേവിയുടെ മുന്നിൽ ജന്തുബലി ചെയ്യാമെന്നു വിധിയുണ്ട്. സാത്വിക ഗുണമുള്ളവർക്ക് ദിവ്യമായ വിഷ്ണു പൂജയാണ് വിധിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ അന്ത്യവിശകലനത്തിൽ എല്ലാ യജ്ഞങ്ങളും അതീന്ദ്രിയ ഭാവത്തിലേക്ക് ക്രമേണ ഉയർത്താനുള്ളവ തന്നെ. സാധാരണ മനുഷ്യർക്ക് പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് പറയുന്ന യജ്ഞങ്ങളെങ്കിലും ഒഴിച്ചുകൂടാത്തവയാണ്. മനുഷ്യവർഗത്തിന്റെ എല്ലാ അത്യാവശ്യ വിഭവങ്ങളും ഭഗവാന്റെ കിങ്കരരായ ദേവന്മാരാണ് നൽകുന്നതെന്ന് മനസ്സിലാക്കണം. ആർക്കും ഒന്നും നിർമ്മിക്കാൻ കഴിയില്ല. ഉദാഹരണമായി, ഭക്ഷ്യപദാർത്ഥങ്ങൾ എടുക്കുക. സാത്വികന്മാർക്ക് വേണ്ടുന്ന ധാന്യങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ, പാൽ, പഞ്ചസാര എന്നിവയും മാംസഭുക്കുകൾക്കാവശ്യമുള്ള മാംസാദികളും മനുഷ്യന് ഉണ്ടാക്കാൻ സാധിക്കുന്നവയല്ല. ജീവിതത്തിന് അത്യാവശ്യങ്ങളായ ചൂട്, വെളിച്ചം, വെള്ളം, വായു എന്നിവയും അങ്ങനെ തന്നെ. മനുഷ്യന് ഇവ ഒന്നും തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. സൂര്യപ്രകാശവും നിലാവും മഴയും ഭഗവത് പ്രസാദം കൊണ്ട് ലഭിക്കുന്നവയാണ്. ഇതൊന്നുമില്ലാതെ ആർക്കും ജീവിക്കാൻ കഴിയുകയില്ല. അങ്ങനെ നമ്മുടെ ജീവിതം ഈശ്വരദത്തങ്ങളായവയെ ആശ്രയിച്ചിരിക്കുന്നു. മനുഷ്യനിർമ്മിതങ്ങളായ ഉപകരണങ്ങൾക്കും ലോഹങ്ങൾ, ഗന്ധകം, രസം, മാംഗനീസ് എന്നിങ്ങനെയുള്ള അസംസ്കൃത പദാർത്ഥങ്ങൾ പലതും ആവശ്യമാണ്. നാം ഇവയെല്ലാം വേണ്ടും വിധം ഉപയോഗിച്ച് ആത്മസാക്ഷാത്കാരം നേടാൻ ആവശ്യമായ കരുത്തും ആരോഗ്യവും നിലനിർത്തേണ്ടതാണ്. ആ വഴിക്ക് ജീവിതത്തിന്റെ പരമലക്ഷ്യമായ ഭൗതിക ജീവിത സമരത്തിൽ നിന്നുള്ള മോചനം നേടുക. ഇത് ഉദ്ദേശിച്ചുകൊണ്ട് ഭഗവത് കിങ്കരന്മാർ തന്നിരിക്കുന്ന പദാർത്ഥങ്ങളാണിവയെല്ലാം. യജ്ഞം കൊണ്ട് ഈ ജീവിതോദ്ദേശം നിറവേറുന്നു. മനുഷ്യന്റെ ജീവിത ലക്ഷ്യമെന്തെന്ന് മറന്ന് നമ്മൾ ഭഗവത് കിങ്കരന്മാരാൽ ദത്തങ്ങളായ ഈ വിഭവങ്ങളെ ഇന്ദ്രിയ തൃപ്തിക്കായി ഉപയോഗിച്ചുകൊണ്ട് സൃഷ്ടാവ് ഉദ്ദേശിച്ചിട്ടേയില്ലാത്ത വിധം ഭൗതിക അസ്തിത്വത്തിൽ അധികം കുടുങ്ങിപ്പോവുകയാണെങ്കിൽ തീർച്ചയായും ചോരന്മാർക്ക് അനുയോജ്യമായ ശിക്ഷ പ്രകൃതി നിയമമനുസരിച്ച് നമുക്ക് കിട്ടും. ജീവിതത്തിൽ തനതായൊരു ലക്ഷ്യവുമില്ലാത്തതുകൊണ്ട് ചോരന്മാരുടെ സമൂഹത്തിന് ഒരിക്കലും സന്തുഷ്ടമാകാൻ കഴിയില്ല. ഭൗതികതാവാദികളായ ഇത്തരം കള്ളന്മാർക്ക് ആത്യന്തികമായൊരു ലക്ഷ്യവുമില്ല. സുഖഭോഗേച്ഛ മാത്രമാണ് അവരെ പ്രചോദിപ്പിക്കുന്നത്. യജ്ഞം ചെയ്യേണ്ടത് എങ്ങനെയെന്നും അവർക്കറിഞ്ഞുകൂടാ. ചൈതന്യ മഹാപ്രഭു ആവിഷ്കരിച്ച ഏറ്റവും നിഷ്പ്രയാസമായൊരു യജ്ഞമാണ് സങ്കീർത്തന യജ്ഞം. കൃഷ്ണാവബോധത്തിന്റെ സിദ്ധാന്തങ്ങൾ അംഗീകരിക്കുന്ന ഏതൊരാൾക്കും അതനുഷ്ഠിക്കാം. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.